ഇതാണ് പരവൂർ പുത്തൻ പള്ളി. തെക്കും ഭാഗമുള്ള പുത്തൻ പള്ളിയാണ്. ഈ പള്ളിയിലാണ് എൻ്റെ വാപ്പായെ അടക്കം ചെയ്തിരിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരെയൊക്കെ കൊണ്ടൊന്നും കൂടെ വന്നതാണ്. പള്ളിയുടെ പുറകിൽ ഫുള്ള് കടലാണ്. ഒരുപാട് വർഷം, ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള പള്ളിയാണെന്നാണ് എൻ്റെ ഒരു ഇത്. മൊത്തം തടിപ്പണിയൊക്കെയാണ് പള്ളിയുടെ അകം മുഴുവൻ. ഈ പള്ളിയായിട്ട് എനിക്കുള്ളൊരു ബന്ധമെന്ന് വെച്ചാൽ എൻ്റെ വാപ്പായെ അടക്കം ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. എൻ്റെ വാപ്പാടെ ഉപ്പുപ്പാടെയൊക്കെ കവർ ഇവിടെയാണ്. അവർ പരവൂർക്കാരായിരുന്നു. പരവൂർ തെക്ക് ഭാഗമായിരുന്നു അവരുടെ സ്ഥലം. അങ്ങനെ വാപ്പായെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണാണ്. പള്ളിയുടെ അകത്തേക്ക് കയറുന്ന വാതിലാണ്. പള്ളിയുടെ അകത്തേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ. വെട്ടമൊന്നുമില്ല. പഴയ പണിയാണ്, പഴയ തടിപ്പണിയാണ് പള്ളിയിലുള്ളത്. ലൈറ്റുണ്ട്. നമ്മളിവിടെ വരുന്നവർ ലൈറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഹൗളാണ് ഇവിടുത്തെ ഹൗളാണ്. ഫുള്ള് തടിപ്പണിയാണ്. ഇപ്പോഴത്തെ പള്ളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റിയാണ് സെറ്റപ്പ്. അടിപൊളിയായിട്ടാണ് അന്നത്തെ പഴയ ആളുകൾ പണിഞ്ഞിരിക്കുന്ന. മൊത്തം തടിപ്പണിയാണ്, തടിയുടെ വർക്കാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പള്ളിയിൽ വലിയ ആളൊന്നുമില്ല. നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ അകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ട് നമസ്കരിക്കാനായിട്ട് നമ്മൾ കയറിയത്. ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. മുകളിലോട്ടൊക്കെ കയറിപ്പോൾ ഇവിടെ ഒരു ഇടനാഴി കണക്ക് ഇങ്ങനെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ പള്ളി എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ കാണിച്ചതാണ്. ഒരു പണ്ടത്തെ സെറ്റപ്പാണ്. ഈ പള്ളിയുടെ അകത്ത് കയറിയാലേ നമുക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു സെറ്റപ്പാണ് ഫീൽ ചെയ്യുന്നത്. മൊത്തം തടിപ്പണിയാണ്, മൊത്തം തടിപ്പണിയാണ്. എൻ്റെ വാപ്പ ജനിച്ച് വളർന്ന സ്ഥലമാണ്. മരണപ്പെട്ട് ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഇടനാഴി കിടക്കുവാണ്. പള്ളിയെന്ന് വെച്ചാൽ ചെറിയ പള്ളിയല്ല. പണ്ടത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര പള്ളിയാണ് പണ്ടത്തെ. കണ്ടോ പള്ളിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും. അപ്പുറത്തൂടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി വരാനായിട്ട് പറ്റും. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. പരവൂർ തെക്കും ഭാഗം പുത്തൻ പള്ളി. അമ്മ നിൽക്കുന്നുണ്ടോ? അജ്മിയും ഷായിനായി ഇവിടെ ഒപ്പുണ്ട്. എങ്ങനെയുണ്ട് പള്ളി? അടിപൊളിയല്ലേ കാണാൻ? കൊള്ളാവോ? ഗ്രാമീണ. അജ്മി പള്ളി എങ്ങനെയുണ്ട്? കൊള്ളാം. അരിച്ചു എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം. പള്ളിയുടെ പുറവിലാണെങ്കിൽ കടലാണ് കേട്ടോ. പള്ളിയുടെ പുറവിൽ കടലാണ്. അതെ, കാണിച്ചു തരാം. കണ്ടോ, കടപ്പുറത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഈ പള്ളിയുടെ. എന്നാലും ഇവിടെ വലിയ ആളും പേരൊന്നും ഇല്ല. പഴയ ഒരു ഐശ്വര്യമുള്ള അടിപൊളി ഒരു പള്ളിയാണ്. പക്ഷേ വലിയ ആളും ഇതൊന്നും ഇല്ല. അടിപൊളി ഒരു വൈബ് സ്ഥലമാണ് ഈ പള്ളി നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതിലേ ഇറങ്ങിയ നേരെ കടലിൽ പോവാം. കണ്ടോ, അത് മൊത്തം കടലാണ്. പള്ളിയുടെ പുറവശം എന്ന് പറഞ്ഞാൽ കടലാണ്. വള്ളമൊക്കെ കിടക്കുന്നുണ്ടോ? വള്ളം ഇടറാ. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഈ തെങ്ങിൻ്റെ മുട്ടി ഇവിടെ അത് തന്നെ വെള്ളം. അതാ കരയിൽ കിടക്കുന്നത്. ഇത് നമ്മൾ കടപ്പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നവർ ഇങ്ങോട്ടൊക്കെ വന്നാലും നല്ലതാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരെ ഇങ്ങോട്ട് വന്നാലും അടിപൊളിയാണ് ഇവിടെ. കണ്ട, ഒറ്റ ഒരാൾക്കേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിനെ പോലെ തടിച്ച ഒരാളാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടാ, അടിപൊളിയാട്ടോ. ഈ പള്ളിയിലൊക്കെ വരണം ഗൈസ്. നിങ്ങളിവിടെ ഈ പരവൂർ തെക്കും ഭാഗം ഉള്ളവരടുത്ത് പറയാനുള്ളതാണ്. ഇവിടെയൊക്കെ വന്ന് ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങൾ ഡോറ് തുറന്ന് കയറിയതാണ്. നിങ്ങളിവിടെ നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നാൽ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടൂല നിങ്ങൾക്ക്. അടിപൊളി. നമ്മൾ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. പിന്നെ വാപ്പാടെ കവർ ഈ പള്ളിയിലായതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. നിങ്ങളൊക്കെ ഇത് മിസ് ചെയ്യരുത്. ഇവിടെ ഉള്ളവരൊന്നും ഇവിടെ വരാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വരണം കേട്ടോ. ഒരു മനുഷ്യനെ ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ അടിപൊളി ഒരു വൈബാണ് ഈ സ്ഥലം. ഇരുട്ട്.
നേരെ നിൽക്കുന്നു